ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിൽ നിന്ന് മനീഷ് മഹിപാൽ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ? ഈ മോഷണത്തിൻ്റെ രീതി, ആ സ്വഭാവം, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അത് കുറുവാ സംഘമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. ഇവർക്കായി വലവിരിക്കുന്നത് എങ്ങനെയാണ് മനീഷ് മഹിപാൽ? റിജിത്ത്, ഞാൻ നിൽക്കുന്നത് ഈ മോഷണം നടന്ന മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 11-ാം വാർഡിലാണ്. നല്ല മഴയുള്ള ഒരു രാത്രിയാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകളെല്ലാം നമുക്ക് കാണാം. അവിടെ കഴിഞ്ഞ ദിവസം ഇതേ പഞ്ചായത്തിൽ ഒരു ദിവസം മാത്രം ഉണ്ടായത് 3 മോഷണങ്ങളും അതിലധികമുള്ള മോഷണ ശ്രമങ്ങളുമാണ്. ഈ ഒരു ചെറിയ വീട്ടിലെ സാധാരണക്കാരൻ്റെ വീടാണ്. അയാളുടെ വീട്ടിലെ 3 പവൻ്റെ സ്വർണം നഷ്ടപ്പെട്ടു. അങ്ങനെ നാട്ടുകാരെല്ലാം മഴയായതുകൊണ്ട് മാത്രമാണ് ഒരു വീടിൻ്റെ ചിറയിലേക്ക് കയറി നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പോലീസും നാട്ടുകാരുമായി ചേർന്നൊരു പ്രത്യേക സമിതി രൂപീകരിച്ചുള്ള അന്വേഷണം, അല്ലെങ്കിൽ വലിയൊരു ജാഗ്രത, അതിന് പ്രത്യേക ഷിഫ്റ്റിൽ രാത്രികാലത്തിലടക്കം സ്ത്രീകളും അല്ലെങ്കിൽ ഇവിടെയുള്ള ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ അണിനിരന്നുകൊണ്ട് ഈ കള്ളനെ പിടികൂടുക, മോഷ്ടാവിനെ പിടികൂടുക എന്ന അജണ്ട മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് പോലീസുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യമാണ്. കാരണം ഒരു ദിവസം മാത്രം 3 മോഷണം നടന്ന ഒരു ഗ്രാമമാണിത്. അതുകൊണ്ട് ഈ ഗ്രാമത്തിലെ ആളുകളെല്ലാം രാത്രിയായാലും ഉറങ്ങാതെ ഈ മോഷ്ടാവിന് വേണ്ടി ഉറങ്ങാതിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭീതി മാത്രമല്ല, ജാഗ്രത മതി എന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ഒരു മണ്ണഞ്ചേരി പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷനും കൂടി ചെയ്യുക. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പദ്ധതി ഈ കള്ളനെ പിടികൂടാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ മോഷണം നടന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഇവരുടെ യോഗം, നാട്ടുകാരുടെ യോഗം, എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെയും പ്രവർത്തകരെല്ലാം പങ്കെടുച്ചുകൊണ്ടുള്ളൊരു യോഗം, വിപുലമായ യോഗം ടാഗോർ വായനശാലയിലും അതേപോലെ തന്നെ വടക്ക് ഭാഗം മാറി ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിൽ ക്ലബ്ബുമായി സഹകരിച്ചുകൊണ്ടും 2 യോഗങ്ങൾ ചേരുകയുണ്ടായി. ആ യോഗങ്ങളിൽ സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള SHO അടക്കമുള്ള പ്രിൻസിപ്പൽ SI അടക്കം അവിടെ രൂപീകരിച്ചിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകളെ അതിന് വളണ്ടറിയന്മാരായി പോലീസുമായി ചേർന്ന് നിർത്തിക്കൊണ്ട് അവരെ വളണ്ടറിയന്മാരായി നിശ്ചയിച്ച് അവരെ ഇടവഴികളിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇടവഴികളിലൊക്കെ ചെറിയ റോഡുകളിലുമൊക്കെ ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുക എന്നുള്ള നിലയിലാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതല്ലാതെ ഈ ബൈക്കിലും മറ്റ് ഒക്കെ റോന്ത് ചുറ്റുന്നൊരു നിലയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ നിർദ്ദേശം. അതുപോലെ തന്നെ അവർ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തുള്ള ലൈറ്റുകളെല്ലാം തെളിച്ചിടുക, വാതിലുകൾ കൃത്യമായി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ആരെങ്കിലും വന്നാൽ തന്നെ പെട്ടെന്ന് ഇണന്നെഴുന്നേക്കാൻ കഴിയുന്ന നിലയിൽ പുറം വാതിലുകളോട് ചേർത്ത് ഏതെങ്കിലും സംവിധാനങ്ങളൊക്കെ ഇണക്കുക, പാത്രങ്ങൾ വെച്ചൊക്കെ പെട്ടെന്ന് മുട്ടിയാൽ സൗണ്ട് ഉണ്ടായി എഴുന്നേക്കാൻ കഴിയുന്നൊരു സംവിധാനം. ഈ നിലയിലൊക്കെയാണ് ഇതേ സംബന്ധിച്ച് പോലീസിൻ്റെ നിർദ്ദേശവും തീരുമാനവും വന്നിട്ടുള്ളത്. അതനുസരിച്ച് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വിജിത്ത്, അങ്ങനെ ഒരു നാട് മൊത്തം ഉണർന്ന് ഒരു മോഷ്ടാവിന്, അല്ലെങ്കിൽ ഈ കുറുവാ സംഘമോ അതോ പ്രാദേശിക മോഷ്ടാവോ നാട്ടിലുള്ളവരോ ആരാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും വ്യക്തതയില്ല. പോലീസ് സംശയിക്കുന്നത് കുറുവാ സംഘമാണെന്നാണ്. ഈ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 3 പവൻ്റെ മാല നഷ്ടപ്പെട്ടത്. ഈ വീട്ടിൽ വെച്ചാണ്. അതിലേറെ മോഷണ ശ്രമങ്ങളും നടന്നു. അങ്ങനെ സ്ത്രീകളടക്കം ഈ സമയത്തും ഈ റോഡിലും നിരത്തുകളിലുമൊക്കെ തന്നെ ഈ കള്ളനെ പിടികൂടാൻ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ്. കാരണം ഇവിടെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ പോലും പിന്നീടും ഈ കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന ആളുകളുടെ സാന്നിധ്യം ഇവിടെ പ്രകടമായിരുന്നു. CCTV ദൃശ്യങ്ങളിലടക്കം അത് പ്രകടമായിരുന്നു. ഇവിടെ ഈ മോഷണം ഉണ്ടായ വീട്ടിലെ കുഞ്ഞുമോൻ എപ്പോഴായിരുന്നു മോഷണം? ഇത് ചൊവ്വാഴ്ച വെളുപ്പിന് ഒരു 1:45, 2 മണി ആ സമയത്തായിരുന്നു. ഗ്രില്ല്, വർക്ക് ഏരിയയുടെ ഗ്രില്ല് തുറന്ന് അടുക്കളയുടെ വാതിൽ കുത്തി തുറന്ന് ബെഡ്റൂമിൽ കയറി വന്ന് മാല കട്ട് ചെയ്ത് അതിനുശേഷം അത് വലിച്ചെടുത്തപ്പോഴാണ് ഞങ്ങൾ ഉണർന്നത്. ചാടി ഉണർന്നപ്പോഴത്തേക്ക് മോഷ്ടാവ് ഓടി. അവൻ്റെ പുറകെ ഞാൻ ചെന്ന്, എന്നാലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് കിടന്ന് കാറി കൂടി ആളുകളൊക്കെ കൂടി. അത് കഴിഞ്ഞ് പോലീസൊക്കെ വന്നിരുന്നു. എൻ്റെ മാലയാണ്. ആളൊരു ന്യായം പോലെ കണ്ടുള്ളൂ. പിന്നെ ഉറക്കത്തിൽ ഇവിടെ എന്തോ പൊട്ടുന്ന ശബ്ദം തോന്നി. ഞാനോർത്ത് സ്വപ്നമാണെന്ന്. അത് കഴിഞ്ഞാണ് എൻ്റെ ദേഹത്ത് വലിയുന്ന പോലെ തോന്നിയത്. ആ വലിച്ചിലിൽ ഞാൻ ചാടി ഉണർന്ന് നോക്കുമ്പോൾ ഒരു ആൾരൂപം നിൽക്കുന്നതാണ്. എനിക്ക് വ്യക്തമല്ല, എന്നാലും ഞാൻ പേടിച്ച് കൂവിട്ട് എനിക്ക് ഒച്ച വരുന്നില്ലായിരുന്നു. ഇപ്പോഴും ആ ഭീതി മാറിയിട്ടില്ല. റൂമിലോട്ട് കയറുമ്പോൾ പേടിയാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ തിരക്കകത്ത് കിടന്നിട്ട് നമ്മൾ സുരക്ഷിതരല്ലാത്തൊരു ഇതാണ് നമുക്കുള്ളത്. ഇപ്പോൾ
സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് റിജിത്ത് കൂടുതലായും ഈ മോഷണം ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള മോഷണ പരമ്പരകൾ എടുത്തു നോക്കിയാൽ സ്ത്രീകളുള്ള വീടുകളിൽ എത്തി സ്ത്രീകളുടെ മാലകൾ മാത്രമാണ് അപഹരിക്കുന്നത്. ഈ സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഈ രീതിയിൽ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്? ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് ഇവിടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് പല തമിഴന്മാരും ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർ പകൽ സമയങ്ങളിൽ വീടുകളിൽ വരുമ്പോൾ ഈ പറഞ്ഞ സ്ത്രീകളെ ലക്ഷ്യമാക്കി അവരുടെ കഴുത്തിലും ശരീരത്തുമുള്ള ആഭരണങ്ങളൊക്കെ തന്നെ ലക്ഷ്യമാക്കി പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ തോന്നുന്ന ഒരു കാരണം. അപ്പോൾ അത്തരത്തിലാണ് സ്ത്രീകളുടെ ശരീരത്താണല്ലോ ഈ ആഭരണങ്ങൾ കൂടുതലുള്ളത്. അപ്പോൾ അത്തരത്തിലാണ് സ്ത്രീകളെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു മോഷണ ശ്രമം നടക്കുന്നത്. എന്താണെങ്കിലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിലേക്കടക്കം അന്വേഷണം മാറ്റിയിട്ടുണ്ട്. കുറുവാ സംഘം എന്ന് പോലീസ് ഏകദേശം ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രാദേശികമായി ഇതിൽ മറ്റാരെങ്കിലും മോഷ്ടാക്കൾ തെറ്റിദ്ധരിപ്പിച്ച് കുറുവാ സംഘമാണോ എന്ന രീതിയിൽ മോഷണം നടത്തുന്നുണ്ടോ എന്ന സംശയം കൂടിയുണ്ട്. എന്താണെങ്കിലും നാട്ടുകാർക്ക് മറ്റൊരു പരാതി കൂടിയുണ്ട്. ഈ വെട്ടത്തിന്റെ വെളിച്ചത്തിന്റെയും ഒക്കെ തന്നെ അപര്യാപ്തത നാട്ടിലുണ്ട് എന്ന പരാതി കൂടിയുണ്ട് എന്നുള്ളത് വാസ്തവം കൂടിയാണ്. മേഖലയിലൊക്കെയുള്ള ആളുകൾ വലിയ ഭീതിയിലാണ്, വലിയ ആശങ്കയിലാണ്. സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള ആശങ്ക അവർ പങ്കുവെക്കുകയാണ്. ഈ തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണ ശ്രമങ്ങൾ അതിന് പിന്നിൽ കുറുവാ സംഘമാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ ഈ ഘട്ടത്തിലെ നിഗമനം. നമുക്കറിയാം, നേരത്തെയും ഈ കുറുവാ സംഘവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഈ കൂട്ടമായി എത്തുക, കയ്യിൽ ആയുധങ്ങൾ കരുതി വരിക, ആക്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതി അത് വലിയ നടുക്കുന്ന, വലിയ ഭീതി ഉണ്ടാക്കുന്ന സംഭവമാണ്. പോലീസ് ജാഗ്രതയോടുകൂടി തന്നെ ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ പ്രദേശങ്ങളിലെ യുവാക്കളൊക്കെ ചേർന്ന് രാത്രി തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും പോലീസിന് ഈ മോഷ്ടാക്കളെ വലയിലാക്കാൻ കഴിയട്ടെ.